LDFിലെ അവഗണനയിൽ RJDയിൽ പൊട്ടിത്തെറി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രമായി മത്സരിക്കണമെന്ന ഒരു വിഭാഗം ആവശ്യപ്പെട്ടു. വടകരയിലും കോഴിക്കോടും മത്സരിക്കണമെന്നാണ് പാർട്ടിക്കുള്ളിൽ ആവശ്യമുയരുന്നത്. നിർണായക നേതൃയോഗം അല്പസമയത്തിനകം ചേരും. വിവരങ്ങളുമായി അനഘ ചേരുന്നുണ്ട്. അനഘ, ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ സ്വതന്ത്രമായി മത്സരിക്കണമെന്ന ആവശ്യം എങ്ങനെ നമുക്ക് നോക്കിക്കാണാം? തീർച്ചയായും ഈ വരുന്ന തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ അടുത്തു വന്നിരിക്കെ തന്നെയാണ് RJDയിൽ ഇത്തരത്തിലുള്ള ഒരു പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത്. ഈ LDFിൽ നിന്ന് ഉണ്ടായിട്ടുള്ള നിരന്തര അവഗണനയിൽ പ്രതിഷേധിച്ചുകൊണ്ട് തന്നെയാണ് ബോർഡ് കോർപ്പറേഷൻ പദവികളടക്കം രാജിവെക്കാൻ RJD തീരുമാനിച്ചത്. സംസ്ഥാന ഭാരവാഹികളുടെയും ജില്ലാ പ്രസിഡന്റുമാരുടെയും ഓൺലൈൻ യോഗത്തിലായിരുന്നു ഇത്തരത്തിലുള്ളൊരു തീരുമാനത്തിലേക്ക് ഇവർ എത്തിയത്. ഇതിന് പിന്നാലെ സംസ്ഥാന നേതൃയോഗം ചേരാനിരിക്കെയാണ് ഇത്തരത്തിൽ വടകരയും കോഴിക്കോടും അടക്കം സ്വതന്ത്രമായി RJDക്ക് മത്സരിക്കണം എന്ന ആവശ്യം ഉയരുന്നത്. നിർണായക യോഗം ഇപ്പോൾ നിലവിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ അടക്കമുള്ള പദവികളിൽ നിന്നും ഇവർ രാജിവെക്കും. സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിലായിരുന്നു ഓൺലൈൻ യോഗം നേരത്തെ നടന്നത്. നിയമസഭയിൽ മന്ത്രിസ്ഥാനം നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ഇത്തരത്തിൽ RJDയിൽ ചെറിയ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന LDF യോഗത്തിന്റെ അജണ്ടയും നേരത്തെ RJDയെ അറിയിച്ചിരുന്നില്ല. സീറ്റ് ആവശ്യങ്ങൾ അറിയിച്ചപ്പോൾ നിരന്തരം അറിയിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ അർഹമായിട്ടുള്ള പരിഗണനയൊന്നും തന്നെ RJDക്ക് ലഭിച്ചില്ല എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ ഇത്തരത്തിൽ പരിഗണനയിലേക്ക് വന്നു. അത് ഈ കാര്യങ്ങളെല്ലാം തന്നെ പരിഗണനയിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് RJDയിലെ കീഴ്ഘടകങ്ങൾ RJD നേതൃത്വം എത്താൻ ഇവരെ പ്രേരിപ്പിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം 91 മുതൽ MP വീരേന്ദ്രകുമാർ പലതവണ മത്സരിച്ച ഒരു മണ്ഡലമാണ് കോഴിക്കോട് ലോക്സഭാ മണ്ഡലം. LJD ആയിരുന്നു ആദ്യഘട്ടത്തിൽ, പിന്നീട് RJD ആയി മാറുകയായിരുന്നു. 2009 LJD ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിട്ടത്. പിന്നീട് 2018 ഇവർ LDFിലേക്ക് തന്നെ തിരിച്ചെത്തുകയായിരുന്നു. ലോക്സഭാ സീറ്റടക്കം ഇത്തരത്തിൽ LDF വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ കഴിഞ്ഞ തവണ ഇത്തരത്തിൽ RJDക്ക് LDF സീറ്റ് നൽകിയിരുന്നില്ല. ഇത്തവണ അവർക്ക് കൊടുക്കാം എന്ന് പറഞ്ഞു. പക്ഷേ ഈ തവണയും RJDക്ക് സീറ്റ് നൽകില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ്. നിലവിൽ CPM 15ലും CPI 4, കേരള കോൺഗ്രസ് 1 സീറ്റിലും മത്സരിക്കണമെന്നാണ് നിലവിൽ LDFിന്റെ ഫോർമുല. ഇത് അംഗീകരിക്കരുത് എന്ന് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ RJD പറയുന്നത്. അത് ഏതായാലും വലിയ നിർണായകമായിട്ടുള്ള ഒരു യോഗം തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരി, LDFിലെ അവഗണനയിൽ RJDയിൽ പൊട്ടിത്തെറി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രമായി മത്സരിക്കണമെന്ന ഒരു വിഭാഗം ആവശ്യപ്പെട്ടിരിക്കുന്നു. വടകരയിലും കോഴിക്കോടും മത്സരിക്കണമെന്നാണ് പാർട്ടിക്കുള്ളിൽ ആവശ്യം ഉയർന്നിരിക്കുന്നത്. വിശദവിവരങ്ങൾ നൽകുകയായിരുന്നു അനഘ.